വയനാട് ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിനായി 253 വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ദിവസവും ജനകീയ തെരച്ചിൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. 229 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 178 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 51 മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല. 200ഓളം ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെത്തി. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ തിരച്ചിൽ അടുത്ത ദിവസവും തുടരും. ചാലിയാർ മേഖല 5 സെക്ടറുകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുക. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 2 ദിവസത്തേക്ക് വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിലൊരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്ട്രെച്ചാണ്. ചാലിയാർ റിവറിന്റെ 2 ഭാഗം. താൽക്കാലിക പുനരധിവാസവും വേഗത്തിൽ പൂർത്തിയാക്കും. ഇതിനായി 253 വീടുകൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ 100 വീടുകൾക്ക് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 253 വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, 100ഓളം വാടക വീടുകളുടെ ഓഫർ വേറെയും വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. താൽക്കാലിക പുനരധിവാസമായാലും സ്ഥിര പുനരധിവാസമായാലും എല്ലാവരുടെയും അഭിപ്രായം എടുക്കുമെങ്കിലും പരമപ്രധാനം ക്യാമ്പിൽ ആശുപത്രിയിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം എടുക്കലാണ്. 15 ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ 18 പേരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും വാടക വീടുകൾ നൽകുക. കൈരളി ന്യൂസ്, വയനാട്.